ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് പറയേണ്ടത്? പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് ഞാൻ രാവിലെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 2 മണിക്കൂറിനകം നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും. അതിനുശേഷം നിങ്ങൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വകയും കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞത് ഈ ബിഗിനേഴ്സിൻ്റെ കാര്യമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് 12 മണി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നു. അതിന് ശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ വോളറ്റൈലായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ലാഭമോ നഷ്ടമോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മിടുക്ക് പോലിരിക്കും, ഇല്ലേ? നിങ്ങളുടെ മനസാന്നിധ്യവും നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കഴിവും ഒക്കെ നിങ്ങൾക്ക് സ്ഥായിയായിട്ട് നിലനിർത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളത് മാർക്കറ്റിൽ കളഞ്ഞിട്ട് പോക്കറ്റിൽ ഇരിക്കുന്നൂടെ കൊടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആകാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ 100 നിർണായകമാണ്. ഓക്കെ, ഇത് എങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അവിടെ വരെ വന്നില്ല. കാരണം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോയി, ഒരു ബോക്സ് പാറ്റേൺ പോലെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് പോയി. അപ്പം ഇന്ന് എക്സ്പയർഡ് തലേദിവസമാണ്. പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് നിങ്ങളുടെ ടൈം ഡീക്കൊക്കെ, പക്ഷേ എന്നാലും ഇന്ന് വിക്സ് വലുതായിട്ട് താഴെ പോയില്ല. ഏകദേശം രാവിലെ തുടങ്ങിയപ്പോൾ ഒരു 3% പിന്നെ അത് 1 വന്നു, പിന്നെ അത് തിരിച്ച് 3 തന്നെ പോയി. അപ്പം വിക്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് അത്ര വലിയ പ്രീമിയം ഡീക്കെ ഉണ്ടായില്ല. എങ്കിലും എക്സ്പയർഡ് തലേദിവസം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അലയൊലികൾ മാർക്കറ്റിൽ കാണും. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ പറയുക, രാവിലെ എമോ വല്ലതും ഇട്ട് വല്ല പി അല്ലെങ്കിൽ തിരിച്ചുവിടുന്ന അങ്ങോട്ട് കയറിയപ്പം ആരെങ്കിലും വല്ല പി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ന്യായമായിട്ടുള്ളത് കിട്ടിക്കാണും. അതിനുശേഷം തിരിച്ച് ഈ റിവേഴ്സൽ ഇത് പറഞ്ഞില്ല, ഇവിടെ ഇന്ന് ബിഗിനേഴ്സിൻ്റെ ട്രേഡേ ഇല്ല. ഇന്നില്ല. കാരണം അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റികൾ ഇല്ലായിരുന്നു, ഇല്ലേ? അല്ലാത്ത റിസ്കി ട്രേഡേഴ്സിന് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് ഓപ്പർച്യൂണിറ്റികൾ. അപ്പം ഇതിനകത്ത് എനിക്ക് ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. വല്ല സ്കാൽപ്പ് ചെയ്ത് വല്ല നിങ്ങൾക്ക് ഉള്ള കാര്യം ഉള്ള പോലെ തുറന്ന് പറയണമല്ലോ. ഇല്ലാത്ത കാര്യം നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വല്ല സ്കാൽപ്പ് ചെയ്ത് 5-10 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബെനിഫിറ്റ് ഇന്നത്തെ മാർക്കറ്റിനകത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഈ ലൈൻ ഇത് നമ്മൾ ചുമ്മാ ഇട്ടേക്കുന്ന ലൈനാണ്. ഞാൻ ഇന്നലെ വരച്ച ലൈനാണിത്. ഇത് ഇന്നലത്തെ സപ്പോർട്ട് വരച്ച ലൈനാണ്. ഈ ലൈൻ യാതൊരു പ്രസക്തിയില്ല. ഇത് നമ്മൾ ലൈൻ അങ്ങ് എടുത്ത് കളയാം, അല്ലേ? ലൈൻ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാം, ഇത് വേണ്ട. കാരണം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇന്നത്തെ മാർക്കറ്റിൽ. കാരണം ഇന്നിപ്പം ഒരു പോസിറ്റീവ് നോട്ട്, നാളത്തേക്കുള്ളൊരു പോസിറ്റീവ് നോട്ട് ഉണ്ടെന്ന് പറയാൻ യു എസിൻ്റെ ഡെലിഗേറ്റ്സ് അവർ പിന്നെ ഇന്ന് രാത്രിയിൽ ഇന്ത്യയിൽ വരുന്നുണ്ട് വ്യാപാര ചർച്ചയ്ക്ക് വേണ്ടി. അപ്പം നാളെ മുതൽ വീണ്ടും നമ്മുടെ താരിഫിൻ്റെ ചർച്ച പുനരാരംഭിക്കുകയാണ്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും എന്തെങ്കിലും ട്രംപ് ഇത്രയൊക്കെ അയഞ്ഞതുകൊണ്ട് എന്തെങ്കിലും മേ ബി ഈ എക്സ്ട്രാ അടിച്ച 25% വിഡ്രോ ചെയ്യുവാണെങ്കിൽ തന്നെ മാർക്കറ്റ് പറക്കും. അപ്പം അങ്ങനെ പ്രഖ്യാപനം വല്ലതും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ ഇന്ത്യ ആയിട്ട് സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ 25% കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബുധനാഴ്ചയാണ് രാത്രിയിൽ FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരും. റേറ്റ് കട്ടിൻ്റെ എത്രയാണ് ഫൈനൽ, 25 ആണോ അതോ 0.5 ആണോ എന്നുള്ളത് നമുക്ക് ബുധനാഴ്ച രാത്രിയിൽ അറിയാൻ പറ്റും. അപ്പം അടുത്ത 2-3 ദിവസം ആകെ പ്രശ്നകലുഷിതമായിരിക്കും. അപ്പോൾ ശരിക്കും മാർക്കറ്റിനെ നിങ്ങൾ നോക്കി കണ്ട് ട്രേഡും എടുത്ത് സമയാസമയങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം പറയുന്നു, നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഞാൻ എൻ്റെ വീക്കിലി അനാലിസിസ് കണ്ടവർക്കറിയാം. കാരണം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എത്ര പേര് കഷ്ടപ്പെട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ കണ്ടിട്ട് മാർക്കറ്റിൽ കയറാൻ വന്നവർക്കൊക്കെ എത്ര നേരം കാണാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിവേ, പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി
വളരെ പോസിറ്റീവായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്ത്. ഞാൻ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി ഇനി മുതൽ അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം. എങ്കിലും ഒരു 100-200 പോയിൻ്റൊക്കെ മേലോട്ട് പോയിട്ട് ശേഷം തിരിച്ച് താഴെ ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ്. എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ച് ആ റേഞ്ചിലാണ് ഇത് റേഞ്ച് പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി മേലോട്ട് പോകണമെങ്കിൽ 55.57 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി വേണം നിഫ്റ്റി അങ്ങോട്ട് പുഷ് ചെയ്യാൻ. അപ്പോൾ നാളത്തെ ഇത് ലെവലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നുമില്ല, ഇത് രണ്ട് ബ്രേക്ക് ചെയ്യണം. 25.141 ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 25.33 ബ്രേക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മൂവ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് കളിക്കത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നാളെ ട്രേഡ് എടുക്കുന്നവർ കഴിവതും നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് നാളെ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ഇച്ചിരി ഫണ്ട് കൂടുതൽ വേണ്ടി വരും, പക്ഷേ നെക്സ്റ്റ് എക്സ്പയറി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതും സേഫും. ഓക്കെ, അപ്പോൾ നാളെ ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ല ഇവിടെ വന്ന് തട്ടി തിരിച്ച് വരുമെന്ന് നോക്കുക, അതോ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കുക. അഥവാ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പ്രൈസ് ആക്ഷൻ നോക്കി ആ സൈഡിലോട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അല്ല ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലും ആ സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ന്യൂസുകളിലൂടെ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് പറയാം. കാരണം ലെവലുകളെല്ലാം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ബാങ്കിങ് സ്റ്റോക്കൊക്കെ നല്ലപോലെ പെർഫോം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് റിലയൻസും നെഗറ്റീവിൽ പോയെങ്കിലും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ HDFC ബാങ്കും പോസിറ്റീവ് 3 പോയിൻറ്റ് പോസിറ്റീവിലായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലാണ് അത് താഴെ പോയത്. എങ്കിലും ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് എല്ലാ ബാങ്കും നിൽക്കുന്നത്. ആരും ബാങ്ക് പോയിട്ട് താഴെയൊന്നും പോയില്ല. അപ്പം നാളെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം കൂടെ നോക്കിയേക്കാം. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ് മാർക്കറ്റ് ഇപ്പോഴും നിഫ്റ്റി മിഡ് ക്യാപ്പും നിൽക്കുന്നത്. അപ്പം ഇത് എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്കൗട്ട് നടത്തിയെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പും ട്രാവൽ ചെയ്തില്ല. കൂടുതലൊന്നും പറയാനില്ല. എങ്ങോട്ടെങ്കിലും മൂന്നിടത്ത് തന്നെ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടു ട്രേഡ് ചെയ്യുക. വേറെ കൂടുതലൊന്നും സംസാരിക്കണം. നമ്മൾ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യം വെറുതെ ചുമ്മാ വലിച്ചു കിട്ടി വീഡിയോയുടെ നീളം കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. സമയമുള്ളപ്പം കാര്യമുള്ളപ്പോൾ കാര്യം പറയുക, ഇല്ലാത്തപ്പം വെറുതെ പറഞ്ഞ് വലിച്ചു കിട്ടാതെ ചുരുക്കി പറയുക. അത് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.